പിന്നെ എനിക്ക് വന്നിട്ട് കൂടുതലും തമിഴ് ഫോളോവേഴ്സ് കുറച്ച് കൂടുതൽ. അതെ അതെ കാരണം ഞാൻ ഈ സ്റ്റാർ സിംഗറിന് ശേഷം വിജയ് ടി വിയിൽ സൂപ്പർ സിംഗർ എന്നൊരു പ്രോഗ്രാമിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം തമിഴ് ഫോളോവേഴ്സ് ഒരുപാടുണ്ട്. അതും ശ്രീലങ്കൻ തമിഴ് ആൾക്കാരാണ് കൂടുതലും. അതെങ്ങനെയാ? അത് ശരി അതെന്താ അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ അവരായിരുന്നു കൂടുതലും. ശ്രീലങ്കൻ തമിഴ് ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ, ഏത് രാജ്യങ്ങളൊക്കെ ഉണ്ടോ, അവർ ഈ പ്രോഗ്രാം കാണുമായിരുന്നു. എനിക്ക് തോന്നുന്നു വോട്ടിങ്ങിനെയൊക്കെ അത് ഒത്തിരി എഫക്ട് ആ ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ് കൂടുതലും അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിനേക്കാൾ വോട്ട് കിട്ടി. അവരുള്ള എല്ലാ രാജ്യങ്ങളിലും കുറെ മൾട്ടിപ്പിൾ ടൈംസ് പോയിട്ടുണ്ട്. അങ്ങനെ ആണോ? ഒരു വലിയൊരു ഭാഗ്യം. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി? ഞാനൊരു 20 കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ഈ ശ്രീലങ്കൻ തമിഴ്സ് ആണോ ഈ പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ഇല്ല, കണ്ടക്ട് ചെയ്ത് നമ്മുടെ ചെന്നൈ തമിഴ് ആളുകൾ തന്നെയാണ്. പക്ഷെ കൂടുതലും ഒരു സ്നേഹവും ഇതും ഒരു ബഹുമാനവും അവരിൽ നിന്നും കിട്ടുന്നത് മറ്റ് ആൾക്കാരിൽ നിന്നും കിട്ടുന്ന ഭയങ്കര ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു തമിഴ് പാട്ട് കേൾക്കാം. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. അതേതാ? എനിക്ക് കുറച്ച് നാക്കുമുക്കൊന്നും അല്ല, മാർവ കർപ്പൂര. അതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടമാട്ടോ, അതിനാണ് ഈ പറയുന്നത്. ശ്രീവല്ലിയൊക്കെ സോണിയ പാടുന്ന കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഉണ്ണി സാർ എണീറ്റ് ഒന്ന് കൈയടിക്കും. ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. ഞാൻ എൻ്റെ ലിറിക്സ് നടത്തട്ടെ. நான் பார்க்கிற பார்க்காம நீ எங்க போற, நீ பார்க்கிற எல்லாம் பார்க்கிற என்ன தவிர, காணாத தெய்வத்தை கண்மூடாம பார்க்கிறியே, கண் முன்னே நான் இருந்தும் கடந்து போகிறியே, பார்வை கற்பூர தீபமா, ஸ்ரீவள்ளி பேச்சு கல்யாணி ராகமா, பார்வை கற்பூர தீபமா, ஸ்ரீவள்ளி பேச்சு கல்யாணி ராகமா. ഈ പാട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴായിരുന്നു പാടിയത്. ഞാനൊരു 7 months പ്രഗ്നൻ്റ് ആയിരിക്കും, 8 months പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാനിത് പാട്ട് റിലീസായി. ഭയങ്കര പുഷ്പ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ സൈഡിൽ എൻ്റെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പേര് ലിയോ എന്നാണ്, ലാസാപ്സോ. വെള്ളപ്പട്ടിക്കുട്ടി. വെള്ളപ്പട്ടിക്കുട്ടി. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, അവനും ഫാൻസ് ഉണ്ട്. അല്ല, അതിനെ ഇങ്ങനെ തലോടിയൊക്കെയാണ് പാടുന്നത്. അത് അവനെ ഇരുത്തിയത് ഒരു വലിയൊരു ഒരു എന്താ പറയുക, ഒരു ടാസ്ക് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ടിലിരുന്ന് സിറ്റ് കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. സമയം മുഴുവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെപ്പോ ചാടണം, പാട്ട് എപ്പോ തീരും, ഇവളാണ് ഈ പാടി തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിലാണ്. അതിമനോഹരമായ ഒരു തമിഴ് പാട്ട് റഹ്മാന്റെ മാമൻ എന്നുള്ള സിനിമയിൽ അല്ലെ, വിജയ് യേശുദാസും നെഞ്ചമേ നെഞ്ചമേ കേട്ടിട്ടില്ലേ? ഞാൻ പാടിയിട്ടില്ല പാട്ട്, കുറച്ച് മനോഹരമായ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്.